പരമ്പര പഞ്ചാഗ്നി ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ഒരു പെൺപോര് നടക്കാൻ പോവാ ഞാനുമായിട്ടാ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വേദിയിലേക്ക് ഇന്ന് വരുന്ന മത്സരാർത്ഥികൾ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളവരാണ്. മിനി സ്ക്രീനിലും അതേപോലെ വലിയ സ്ക്രീനിലും കിടന്ന് തത്തിക്കളിക്കുന്ന രണ്ട് വൻ താരങ്ങളാണ് വരുന്നത്. വേദിയിലേക്ക് ഞാൻ വിളിക്കുന്നു പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങളായ തെസ്നി ഖാൻ ആൻഡ് ബീന ആന്റണി. ഹായ് ബീന. ഹായ് സർ. ഹായ് തെസ്നി. രണ്ടുപേർക്കും സുഖമാണെന്ന് കരുതുന്നു. സന്തോഷം. നമുക്ക് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സാറിനോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ബീന ആന്റണി, ഞാൻ ഒരു കാര്യം പറയാൻ പോവാ. പറയൂ സർ. ഒരുപാട് കണ്ണീർ പരമ്പരകളില് ബീന ആന്റണിയെ കണ്ട് ആളുകൾ കരഞ്ഞ് വശം കിട്ടുന്നുണ്ട്. പണ്ട് പണ്ട് ഇപ്പോഴല്ല, കുറച്ച് എന്നാലും പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മ വരും. ബീന കണ്ടാലോട് ഓർമ്മ വരും. തെസ്നിക്ക് അത്രയും അപകടം പറ്റിയിട്ടില്ല. ഇന്ന് നമ്മളത് പൊളിക്കും. നമ്മൾ ആ ഒരു ഇമേജ് കാത്തു സൂക്ഷിക്കുന്നു. ഇനിയിപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഡിയൻസ് അറ്റ് മലയാളം ഫിലിം ഹാസ് എവർ സീൻ, വെൽക്കം ബീന ആന്റണി എന്നൊക്കെ പറഞ്ഞ് കേട്ടോ, എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലൊക്കെ ആൾക്കാർ വിളിക്കുന്നൊക്കെ ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണുന്ന കാര്യമാണ്. കോമഡി അഭിനയിച്ചില്ലെങ്കിലും ആദ്യകാലങ്ങളില് ഹ്യൂമർ ഒരുപാട് ആസ്വദിക്കുന്ന അതൊക്കെ നമുക്ക് ഇന്ന് ആവശ്യം വരുന്നു. സാർ, എനിക്കൊരു കോമഡി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ജഡ്ജസിനെ എനിക്കൊന്ന് അതിന്റെ ജഡ്ജസിനെ എനിക്കൊന്ന് കാണണം. ഓക്കെ, സാറിന് അറിയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡിയാണ്. അത് രസം, അത് ചെയ്തു തീർക്കാൻ വലിയ പാടാ. പക്ഷെ ചെയ്തു തീർന്നാൽ ഒന്നി നാട്ടക്കേസാവും, അല്ലെ സൂപ്പർ ഹിറ്റ്. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. തെസ്നി ഖാൻ സോഷ്യൽ മീഡിയ ഭയം ഉണ്ടോ? ഇല്ല, ചെറുങ്ങനെ ചെറുങ്ങനെ ചെറുതായിട്ടുണ്ട്. നമ്മളിപ്പോ എവിടെങ്കിലും എന്തെങ്കിലും ആലോചിച്ചായിരിക്കും നിക്കാ, എന്താണ് ഇയാള് ഭയങ്കര സീരിയസ് ആണോ ശരിക്കും, ടിവിയിൽ ഇങ്ങനെ ഒന്നുമല്ലല്ലോ എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മള് ഒതുങ്ങി എവിടെങ്കിലും. എന്തിനാ ദർശനം ഇങ്ങനെ ഒതുങ്ങുന്നത്? ഇനി വയസ്സാം കാലത്ത് ഒതുങ്ങിട്ട് എന്താ കാര്യം? ഞാന് ചെറുപ്പകാലത്ത് ഇപ്പൊ എത്ര സിനിമയായി എല്ലാം കൂടെ? ഞാനൊരു 100 കഴിഞ്ഞു. ഗണ്ടാശ്ശേരി വീട്ടിൽ വരാൻ സമയമായല്ലോ. ഒരിക്കലും വരില്ല, ബാങ്കിലൊന്നുമില്ല. അത് കഷ്ടമായി. അവർക്ക് എന്തൊരു വിഷമം ഉണ്ടാവും. ഇപ്പൊ സാർ ഒരു കാര്യം, ഇവളിങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവള് ക്യാഷ് ഇട്ടേക്കണ ബാങ്കുകാരൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്ന 4 കോടിയോ അല്ലേ? കോടികൾ ഒരുപാടും ലക്ഷങ്ങളല്ല, ജീവിച്ചു പോകാൻ നമ്മൾ നല്ല ഹാപ്പി ആയിട്ട്, അതാണ് മരണം വരെ, അത് മതി. ഈ നിങ്ങൾ രണ്ടുപേരുടെ നമുക്കൊരു ഭീഷണിയായി എന്ന് പറഞ്ഞു. നമ്മൾ ഈ വളരെ ബുദ്ധിമുട്ടി ചാനൽ നടത്തി ജീവിക്കുക. അപ്പൊ നമ്മൾ അറിഞ്ഞു യൂട്യൂബിൽ എന്താണ് തെസ്ബീൻസ്, അവിടെ എന്താണ് ബീൻസ് വെട്ടുന്നാണോ? എന്താ പരിപാടി? ഓ, തെസ്നി ഖാനും ബീനയും കൂടെ ചേർന്നുള്ള അല്ലേ? നിങ്ങൾ രണ്ടുകൂടെ ചേർന്ന് ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഞങ്ങൾ 1 വർഷത്തോളം പോയി. അല്ല, ഈ കോവിഡ് പല ദുരന്തങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, അതിന് മുന്നേ ആയിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ തന്നിട്ട്, പക്ഷെ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ചെറിയ എമൗണ്ട് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാശ് വെച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ഞങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കിയിട്ട്, ബിരിയാണി ഉണ്ടാക്കി, അല്ലാത്ത ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് റോഡ് അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അല്ല, റോഡിൽ ഇരിക്കുന്ന കുറെ പേരുണ്ടാവില്ല, കല്ലൂർ ബസ് സ്റ്റാൻഡ്, ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. ആ സമയത്ത് പൈസ ഉണ്ട്. ഞങ്ങൾ ഒത്തിരി കുറെ ഒന്നും ചെയ്തിട്ടില്ല. കിട്ടിയ പൈസന്ന് ഒരു 40% ഞങ്ങള് നല്ല കാര്യങ്ങൾ. പക്ഷെ ഇതോടെ ഉണ്ടല്ലോ, ഇത് വൈറലാവും. നിങ്ങൾ ഏറി നിൽക്കുന്ന മാത്രമല്ല, നിങ്ങളുടെ ഈ തെസ്ബീൻസ് എന്നുള്ള ചാനല് സൂപ്പർ ഹിറ്റ് ആവാൻ പോവും. അങ്ങനെ അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ കട അടയ്ക്കുന്നുള്ള ജീവൻ വെച്ചിട്ട്. ഞാൻ പറഞ്ഞറിയോ, നിങ്ങൾ ഒരിക്കലും രണ്ടുപേരുടെ, നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ആർട്ടിസ്റ്റുകളാണല്ലോ. ഒരു ദിവസം ഒരു ഇതൊക്കെ കൂട്ടി എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങോട്ട് കയറ്റി വിട്ട് പ്രൊമോ ഒക്കെ അടിച്ചാലുണ്ടല്ലോ, ഒറ്റ കയറ്റമായിരിക്കും. ഒരു ഒറ്റ പോക്കിന് 185K കേട്ടോ. അത് 185, 2 സ്റ്റെപ്പ് ഇട്ടാ കിട്ടും സാറേ. അത് ബീനയിലെ 2 സ്റ്റെപ്പ്, പഴയ ആ 2 സ്റ്റെപ്പ് ഉണ്ടല്ലോ,
അത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. ബീന പണ്ട് മഞ്ഞുമല് ബീന ആന്റണി ആയിട്ട് നടന്ന ബീന മഞ്ഞുമൽ എന്ന് പറഞ്ഞ കാര്യം അവിടെ അന്ന് ഡാൻസ് പഠിച്ചല്ലോ. ഞാൻ ഡാൻസ് പഠിച്ചില്ല സർ. കുറച്ചു കാലം പഠിച്ചെന്ന് പറഞ്ഞു. ഒരു ഇത്തിരി, ഒരു മാസം 2 മാസം. കാര്യം ബീനെ ഡാൻസ് പഠിപ്പിച്ച ഒരാളെ ഞാൻ ബസ് സ്റ്റാൻഡ് വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഡാൻസ് മാസ്റ്ററാ. അപ്പൊ ഡാൻസ് മാസ്റ്ററോട് ഞാൻ ചോദിച്ചു മാസ്റ്റർ ജീവിതമൊക്കെ എങ്ങനെ പോന്നു? ഇനി എന്താ പറയാ, മാസ്റ്റർ അല്ല, അത് ടീച്ചറായിരുന്നു, ലളിത എന്ന് പറഞ്ഞ. ഉറപ്പാണോ? ഉറപ്പ്. മാസ്റ്റർ ഇപ്പൊ ആ വഴി കണ്ട മാസ്റ്ററോ? മാസ്റ്റർ അയ്യോ, അങ്ങനെ എന്നോട് ആ ആദ്യം പഠിപ്പിച്ച സ്റ്റെപ്പൊക്കെ പറഞ്ഞു. എന്താ കൊടുത്താലും ബേസിക് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടമാണ്, നല്ല ഉള്ളിൽ ഭയങ്കര എനിക്ക് ആഗ്രഹമായിരുന്നു, പക്ഷെ പറ്റിയില്ല. അത് ഞാൻ ഈയിടെ മഞ്ഞുമൽ പോയി. പിന്നെ നമ്മുടെ മോർണിംഗ് ഷോ ഇല്ല, ഈ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിനു ശേഷമുള്ള ആളുകളെ കണ്ടുപിടില്ല. ബീനയുടെ ഒരാളൂടെ ഉണ്ടായിരുന്നു, ബീനയുടെ ബ്രദറോ കസിൻ ബ്രദർ അല്ലേ, അതിന്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു കക്ഷിയായിരുന്നു. മഞ്ഞുനാടെ പോയതാ. ഈ ഇത് സലീം കുമാറിന്റെ മോൻ ചെയ്തില്ലേ, സലീം അവൻ ചന്തു ചെയ്ത ക്യാരക്ടറാണ് ഇവൻ ചെയ്തത് അല്ലേ? ആ ഓക്കെ. അപ്പം കുഴി വീണതിൽ കുടുംബത്തെ ഒരാളുണ്ട്. നമ്മള് വേറെ ഏതെങ്കിലും കുഴി വീണിട്ടുണ്ടോ? ഏതൊരു കുഴി വീണ കഥയുണ്ടോ? തെസ്നിയല്ല, ബീന ഏതൊരു കുഴി വീണിട്ടുണ്ട് അല്ലേ? എല്ലാ കഥ അറിയാലേ? ഞാൻ കുഴിയിൽ വീഴുമ്പോ ഞാനുണ്ടേ. ഓ, എവിടെ ആരെങ്കിലും കുഴി വീഴുന്ന അതിന്റെ വരാൻ ചിന്തിക്കുന്നു. ഒരു പ്രോഗ്രാം സമയത്തല്ലോ വീണത് കുഴി. ഏത് കുഴിയിലത്? എടപ്പാളില് വലിയൊരു മെഗാ ഷോ നടക്കാണ്. വലിയ ഷോയാണ്. ഞങ്ങള് രണ്ടുപേരും ഭയങ്കര ഡാൻസേഴ്സ് അന്നത്തെ, സിനിമാറ്റിക് ഡാൻസ്. അമേരിക്കയിലൊക്കെയാണ് അവനാണ് ഞങ്ങളുടെ മാസ്റ്റർ, അവൻ തന്നെ ഹീറോ ഞങ്ങളുടെ. അപ്പൊ ഞാനും ആദ്യം അവനും കൂടെ അന്നത്തെ ഹിറ്റ് പടം മുതൽവനെ ആ സോങ് ആണ്. അപ്പൊ ഞാനും അവനും കൂടെ ആദ്യം ഒരു സെക്ഷൻ ഡാൻസ് ചെയ്യും, എന്നിട്ട് ഞാൻ പതുക്കെ ഡാൻസ് ചെയ്ത് ബാക്കിലേക്ക് മാറും. ടെസ്നിയും ടെൻസനും കൂടെ ഫ്രണ്ടിലേക്ക് കയറും. റെസ്റ്റ് എടുക്കണമല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് അപ്പൊ ഇത് ഒന്നാമത് ഇത് അങ്ങനെ റെസ്റ്റ് എടുക്കുന്നതിന്റെ മുമ്പ് വേറൊരു കാര്യമുണ്ട് പിന്നെ. സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റാ, കെട്ടിയ സ്റ്റേജ് ആണ്. താഴത്ത് വേണമെങ്കിൽ 2 കാറൊക്കെ പാർക്ക് ചെയ്യാം. അല്ല, നല്ല ഇങ്ങനെ ഹൈറ്റ്, നല്ല ഹൈറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് സ്റ്റേജിന്റെ ഈ ഒരു കെട്ടിയ ഭാഗമുള്ളൂ, അവിടേക്ക് ഞാൻ മാറി നിൽക്കണമല്ലോ, സൈഡിലേക്ക് ഡാൻസ് ചെയ്യാനല്ലോ. ഞാൻ പിന്നെ അവിടെ പോയി ഇവള് പോയിട്ട് ഇവള് നേരെ സ്ട്രെയിറ്റ് ആ മോളിൽ നിന്ന് താഴത്തേക്ക് വീഴാണ്. ഞങ്ങൾ കാണില്ല, ഇല്ല ഒന്നുമില്ല, ശബ്ദമില്ല. ഞങ്ങളിവിടെ മുതൽവനെ ഉന്നെ ബീന ഇവിടെ കാണില്ലല്ലോ, അടുത്ത സ്റ്റെപ്പിന് ബീനനെ കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോട്ട് ഭാരവാഹികൾ അതേപോലെ ഉണ്ട്, ചേരക്കിട്ട് പൊക്കി 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 മേളി കൊണ്ടുവന്നു. ഏതിന്റെ ഒരു സൈഡിന്റെ ഇടയ്ക്കൂടെ ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങനെ. പക്ഷെ ആ വീഴ്ച എന്ന് പറഞ്ഞ അയ്യോ, കാലിലൊക്കെ നീ വെച്ചു, അത്ര അടിയിലേക്ക് ഞാൻ നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നങ്ങ് വീണു. അങ്ങനത്തെ ഒരു പുസ്തകത്തിൽ എഴുതായിരുന്നു. എടപ്പാളായതുകൊണ്ടേ കൂടുതലും ഈ മുസ്ലിം സെന്റർ ആയതുകൊണ്ട് ഒരുപാട് താത്താത്തമാരൊക്കെ ഇരിപ്പുണ്ട് ഫ്രണ്ടില്. അപ്പൊ ഞാൻ കളിക്കുമ്പോ അവിടുന്ന് പറയുന്നു, പടച്ചോനെ എന്താണത്. അപ്പൊ ഞാനോടത്ത് എന്റെ സ്റ്റെപ്പ് തെറ്റിട്ടാണ് ഇവര് പടച്ചോനെ വിളിക്കുന്നത്. നോക്കുമ്പോ ഇവള് വീണത് ഇവര് കാണുന്നുണ്ടേ. ബീന യഥാർത്ഥത്തില് ഈ കോമഡി അവാർഡ് കിട്ടിയോണ്ട് ഞാൻ ചോദിക്കാം. പക്ഷെ ഈ സീരിയസ് വേഷങ്ങൾ അല്ലായിരുന്നെങ്കിൽ കോമഡിയിൽ നമ്മൾ താർത്ത് തന്നെയല്ലേ? എനിക്ക് ഇത് അറിയാമോ ആളുകൾക്ക് ബീന കോമഡി കളിക്കുമെന്നുള്ളത്? ഒത്തിരി അത് ചെയ്തു സാർ. അത് 100 അടിച്ച ഒരു 100 അടിച്ച ഒരു സമയത്തൊക്കെ ഞാൻ ഈ സ്കിറ്റ് കണ്ട് ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, എടി നിനക്ക് ഇത്രയ്ക്ക് കോമഡി ചെയ്യാനുള്ള ഹ്യൂമർ സെൻസ് ഉണ്ടായിരുന്നോ? ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ 8 സുന്ദരികൾ ഞാനും സീരിയൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരു സുന്ദരി ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു മെയിൻ കോമഡി. അതൊരു ഏഷ്യാനെറ്റിൽ ഭയങ്കര ഹിറ്റ് ആയിട്ട് പോയൊരു സീരിയൽ, സുകുമാരി, പാൽക്കാരി സുകുമാരി. ഭയങ്കര ഹ്യൂമർ, ഒരു ടച്ച് ഉള്ള ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെയാണ് ഇനി വല്ല ഹ്യൂമർ വേഷങ്ങൾ വരുമ്പോൾ സമീപിക്കുക, ദുഃഖ കഥാപാത്രങ്ങൾ സമീപിക്കുക. മാറി, നമ്മള് കംപ്ലീറ്റ് മാറി. മമ്മൂക്കയുടെ കൂടെ അല്ലേ ആദ്യം സിനിമയിലെ എനിക്ക് അതില് പറവൂർ ഭരതൻ ചേട്ടന്റെ മകളായിട്ട്. പുള്ളി അതിനകത്ത് ഒരു നത്ത് നാരായൺ എന്ന് പറഞ്ഞ ഒരു ഇതാണ്, ഒരു വാടക ഗുണ്ടയാണ്. അപ്പൊ ക്യാഷ് മേടിക്കാനായിട്ട് രാത്രിയാണ് കയറി വരുന്നത്. അന്ന് എന്നെ കയറി പിടിക്കുന്നതും അപ്പൊ അച്ഛനെ ഓടി നിലവിളിക്കുന്നതും അങ്ങനെ ഒരു സീൻ, ഒരു 4 സീൻ ഉണ്ടായിരുന്നു. മമ്മൂക്ക, സത്യൻ സാറ്, ലോഹിതദാസ്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ലെജൻസിന്റെ കൂടെയായിരുന്നു എനിക്ക് എൻട്രി കിട്ടിയത്. മമ്മൂക്കയുടെ പിന്നെ കൂടെ തന്നെ കോമ്പിനേഷനും. അപ്പൊ മമ്മൂക്ക ഇങ്ങനെ ഫസ്റ്റ് ആ ഷോട്ട് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സാർ, അഭിനയിച്ചിട്ടില്ല. കൊള്ളാലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്കൊരു വലിയ, ഞാൻ ഈ അടുത്ത കാലത്തും മമ്മൂക്കയുടെ അത് പറഞ്ഞു. മമ്മൂക്ക അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഞാൻ ആ ഷോട്ട് അങ്ങനെ അയച്ചു കൊടുത്ത ഫോട്ടോ
അത് വലിയൊരു ഓർമ്മയാ. പിന്നെ ഈ ആ സിനിമയുടെ കനൽക്കാറ്റിന്റെ ലൊക്കേഷനിൽ ഇരുന്നൊരു വിരുദൻ ഷൂട്ട് ചെയ്ത ഒരു ചെറിയ പടം ഞാനിപ്പോ കാണിച്ചു തരാം. ആ അയ്യോ ഇത് തന്നെ. ഇതല്ലേ കനൽക്കാറ്റ്? അത് തന്നെ ആ ഷോട്ട് ഇങ്ങനെ ആ ഇടയ്ക്ക് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന ആളല്ലേ ബീന ആന്റണി? ഓക്കെ ഓക്കെ. ദർശിനി കണ്ടോളൂ, എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് മനസ്സിലാവും. ഓക്കെ അല്ല എല്ലാവരും നന്നായി അഭിനയിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന. എല്ലാവർക്കും അറിയാം. നമ്മുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഏയ് ദർശിനി മമ്മൂക്കയോട് അഭിനയിച്ചില്ലയോ? പിന്നെ ഞാൻ ഏതൊക്കെ സിനിമ കുറെ പടം ഞാന് അഭിനയിച്ചില്ലേ? ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, ക്ലീറ്റസില്. അത് അഭിനയിച്ചു. അയ്യോ അതില് എന്ത് ക്യാരക്ടർ വരുന്നു. കടൽ കടന്ന മാത്തുക്കുട്ടി. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിൽ മമ്മൂക്കെ സ്നേഹിക്കുന്ന ആളായിട്ടല്ലേ? അതെ, അതെ, അതെ. അപ്പൊ അതൊക്കെ ചെറിയ കാര്യമാണ്. ഒരു ലെജൻഡറി ഒരു ഹീറോയെ അല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെയാ താങ്കൾ ലെജൻഡായി. കാരണം ഈ പോളിസ്റ്റർ ഷർട്ടിന്റെ അടുത്തിരുന്ന കോട്ടൺ പോളിസ്റ്റർ ആവില്ലേ, അതുപോലെ അതിനൊരു ചെറിയ പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ല സാധ്യത. ഈ അടുത്ത കാലത്ത് തെസ്നിക്ക് ഞാൻ പറയാം, തെസ്നിയുടെ ഭാഗ്യം എന്നേ ഞാൻ പറയുള്ളൂ. ഒത്തിരി നല്ല തെസ്നി ഇത്രയും കാത്തിരുന്നെങ്കിലും ഈ ഒരു സമയത്ത് കുറേ നല്ല തെസ്നിക്ക് പടങ്ങൾ ചെയ്യാൻ പറ്റി. നല്ല കഥാപാത്രങ്ങൾ തെസ്നിയെ തേടിയത്. വേറെ എന്തോ വരായിരുന്നു പോലെ അല്ല അല്ലേ? തെസ്നിയുടെ നല്ല മനസ്സ്. അല്ല തെസ്നിക്ക് അത്രയും ചിലപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം. ഞങ്ങളുടെ ഫാമിലിക്ക്. ആ. അപ്പം അത് തരാൻ വേണ്ടി ദൈവം തന്നതായിരിക്കും. ഞാൻ എപ്പോഴും ബീനോട് പറയും, പിന്നെ അത് എനിക്ക് ഒന്നോ രണ്ടോ വീട് വെച്ചില്ലേ? ഒരൊറ്റ ഫ്ലാറ്റ്. അയ്യോ ആൾക്കാരങ്ങനെ പറയും, എനിക്ക് 4 വീടുണ്ടെന്ന് പറയും. അങ്ങനെ നാലോ അഞ്ചോ കാർ വാങ്ങി. ഒറ്റ സെലേരിയോ ഒറ്റ കാറേ വീനയ്ക്ക് എത്ര കാറുണ്ട്? ഒറ്റ കാറ് ക്രെറ്റ. അത് ഒരു മതി. ക്രെറ്റ അത് മാത്രം. മതിയോ? അയ്യോ നമുക്ക് സഞ്ചരിക്കാൻ അതാണ്. ഒരു ബൈക്കും ഉണ്ട്, ഒരു സൈക്കിളും ഉണ്ട്, മനു ഒരു കാറും ഉണ്ട്. എറണാകുളം പിന്നെ ബൈക്ക് ഓടിക്കോ? ഇല്ല ഞാൻ 2 വീലർ ഓടിക്കും, ബൈക്ക് ഓടിക്കില്ല. ഞാൻ പണ്ട് സ്കൂട്ടി മേടിച്ച സമയത്ത് ഇവളും വാങ്ങിച്ചു. തെസ്നി എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളം നഗരത്തിലൂടെ കണ്ണുകെട്ടി കാർ ഓടിച്ചു. Yes, yes. ആ ഏതാനും നിമിഷങ്ങൾക്കകം തെസ്നി കണ്ണുകെട്ടി കാർ ഓടിക്കുന്നു. കാറല്ല 2 വീലർ. ടൂ വീലർ ഓടിച്ചു. എന്നിട്ടല്ലേ അതോടത്ത് പോയി ഇടിച്ചത്? ഇല്ല. ഇല്ലയോ? ഏയ്. ഇപ്പം ഞാൻ ഒരു കരുത്തുണ്ടോ നോക്കട്ടെ. എന്തായിരുന്നു അതിന്റെ രഹസ്യം? ആഹാ, അത് പറഞ്ഞിട്ട് വേണല്ലേ നാളെ നായരിതാ വരുന്നു, കണ്ണുകെട്ടി നിങ്ങളുടെ മുമ്പ് കൂടെ എന്നൊക്കെ പറയാനല്ലേ. അത് എനിക്കൊരു വേണ്ട, ആഗ്രഹമുണ്ട് വേണ്ട, കണ്ണുകെട്ടി എറണാകുളം നഗരത്തിലൂടെ കണ്ണുകെട്ടി കാർ ഓടിക്കാൻ. അത് വേണ്ട. അപ്പം കാർ ഓടിച്ചു, ടൂ വീലർ ഓടിച്ചു. ടൂ വീലർ മാത്രം. അല്ല കാർ ഓടിച്ചില്ല സർ. പക്ഷെ എനിക്കൊരു പ്രോപ്പർ അനൗൺസ്മെന്റ് നടത്തണമായിരുന്നല്ലോ. ഏതാനും നിമിഷങ്ങൾക്കകം തെസ്നി ഖാൻ എറണാകുളം നഗരവീതിയിലൂടെ കാർ ഓടിച്ച് കണ്ണുകെട്ടി കാർ ഓടിച്ചു വരുന്നുണ്ട്. ജീവനിൽ കൊതിയുള്ളവരല്ല കുണ്ടിലും കുടുക്കിലും ഒളിച്ചുകൊള്ളുക. അതെ സാർ, ഇനി അത് മാത്രമുള്ള ജീവിതത്തിൽ ചെയ്യാത്തത്. ബാക്കിയെല്ലാം സാർ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം സാർ ഓളിനോറാണ്. അല്ലല്ല, അത് വേണ്ടല്ലോ. നമ്മൾ പക്ഷെ എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഈ തെസ്നിയുടെ കൂടെ ചേർന്ന് ബീന ആന്റണി മജീഷ്യൻ ആയിരുന്നു കേട്ടു. ഒരു പ്രാവശ്യം അന്ന് പറയണ ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നെ. എങ്ങനെയാണ് ഈ കുട്ടിയെ വലിച്ചഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത്? 1993 ആ സംഭവം നടന്നത് 93 ദുബായ് അൽനാസറിൽ വെച്ചിട്ടാണ്. ഓ നല്ല സ്ഥലത്താണല്ലോ. ലിഷർലാൻഡില് ഞങ്ങള് ഷോ ചെയ്യാൻ സർ. ഭയങ്കര അന്ന് ഞാനൊക്കെ അറിയപ്പെടുന്ന അന്ന് സിനിമയിൽ അന്ന് ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണല്ലോ ചെറിയതായിട്ട് അഭിനയിച്ചു. അപ്പൊ മെജീഷ്യന്റെ മോൾ എന്നുള്ള രീതിയിലാണ് ഞാനൊക്കെ ഫാദർ മജീഷ്യനായിരുന്നു അല്ലേ? വലിയ മജീഷ്യനായിരുന്നു പ്രൊഫസർ അലിഖാൻ. പിന്നെ നമ്മുടെ സ്കൂളുകളിലൊക്കെ സാറൊക്കെ എത്ര പ്രാവശ്യം ഉച്ചക്ക് മാജിക്കിൽ സജീവമാകുമ്പോ ചാനലൊക്കെ കുറവല്ലേ, അത് കാരണമാണ് ആൾക്കാർക്ക് അത്ര അറിയാം. നമ്മൾ 24 എന്നുണ്ടായത് വീട്ടിൽ ഇരുന്ന് മൊത്തം സമയം അലിഖാന്റെ മാജിക്കുകൾ കാണാൻ. അപ്പൊ ഞാന് മാജിക് ചെയ്യാണ് സ്റ്റേജില്. അപ്പൊ ഞാൻ പറഞ്ഞ ബീന നീ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വരണം. ഞാൻ വരാടി നീ എന്ത് പറഞ്ഞാലും ഞാൻ എല്ലാത്തിനും ഓക്കെയാണ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ബീന ഒന്നും നോക്കൂല. ഡാൻസ് പാട്ട് മിമിക്രി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവള് ഓക്കെ ആയി. അങ്ങനെ ഞാൻ ഡാൻസിങ് 2 ഐറ്റം കഴിഞ്ഞപ്പോ അൽനാസറിലൊക്കെ ഭയങ്കര കയ്യടി. അപ്പൊ എനിക്ക് ബീനക്കും കുറച്ചും കൂടി മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡാൻസിങ് സ്റ്റിക്ക് ആണ്. അപ്പൊ ഒരു സ്റ്റിക്ക് ഇങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സ്റ്റിക്ക് ഇങ്ങനെ എറിയും. എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ബീന എങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുന്ന അതുപോലെ ആ സ്റ്റിക്കും ഡാൻസ് ചെയ്യും. അതാണ് മാജിക്. ഇത് കണ്ടതോടുകൂടി ലൈറ്റ് നടത്തുന്ന ഒരാളോട് ഡിമാക്കണം. ഇയാള് ലൈറ്റ് അങ്ങോട്ട് ഇട്ടു ആവേശം മൂത്തിട്ട് കൂടുതൽ ലൈറ്റ് ആക്കി നോക്കിയപ്പോ എന്താണ് ഈ കമ്പെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഒരാളെ ഇങ്ങനെ പിടിച്ചിട്ട് ആട്ട് വന്നു. എന്തായിരുന്നു? നൂല് കെട്ടിട്ട് അല്ലെ, കെട്ടിട്ട് പിടിച്ചിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഒരാള് ദേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്താ നൂലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ നോക്കുമ്പോ ബീന ഇല്ല, സ്റ്റേജിലില്ല. പിന്നെ ഞാനൊരു കണക്കിന് അഡ്ജസ്റ്റ്. അല്ല ദസ്നിയെ ആൾക്കാർ കൈകാര്യം ചെയ്തോ? അല്ല എനിക്ക് സമാധാന കാംക്ഷികളാ നാട്ടിലുള്ളത്. ദുബായ്ക്കാരല്ലേ, നല്ല സ്നേഹമുള്ളവരാണ്. അല്ലെങ്കിൽ അതല്ല അവിടെ സമാധാന കാംക്ഷികളാ അല്ലേ? അതായിരുന്നു. അപ്പൊ ബീന ആന്റണിയുടെ പഠനമൊക്കെ എവിടെയായിരുന്നു?
ഏത് പള്ളിക്കൂടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്? ഞാന് GHS മഞ്ഞുമലിന്റെ 10th കഴിഞ്ഞ് നമ്മുടെ സ്കൂൾ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അയ്യോ ഗ്രേറ്റ് ആയിട്ട് പോണു സാർ. പിന്നെ സെയിന്റ് പോൾസ് കോളേജിലായിരുന്നു. സ്കൂളും കൊണ്ടാണോ ഇറങ്ങിയത്? സെയിന്റ് പോൾസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. അങ്ങനെയായിരുന്നു. ആന്റണി എന്ന് പറയുന്ന അദ്ദേഹം, അതായത് ബീനയുടെ പിതാവ്, ഈ മഞ്ഞുമല ഏരിയയിലൊക്കെ 10 പേര് അറിയുന്ന ഒരാളായിരുന്നു. കിഡിലോസ്കി ആയിരുന്നു. എന്റെ പൊന്നു സാറേ, മാത്രമല്ല നിങ്ങൾ 3 പെൺകുട്ടികളല്ലേ? അതെ. 3 പെൺകുട്ടികളെ വായി നോക്കണം, അങ്ങനെയുള്ള വായി നോട്ടം അങ്ങനെ പരിപാടി ഇവളുടെ വീട്ടില് ഞാൻ അല്ലാതെ ഒരു ആർട്ടിസ്റ്റും വന്നിട്ടില്ല. ഇല്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പച്ചനെ. അപ്പൊ ഇവളുടെ വീട്ടില് ഞാനും ഇവളും ഞങ്ങളുടെ വീട്ടില് ക്രിസ്മസിനൊക്കെ എങ്ങനെ സ്വാധീനിച്ചത്? ഞാൻ അപ്പച്ചനോട് എനിക്ക് സാറിന് അറിയോ, എന്റെ അപ്പച്ചന് ഞാൻ എന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കിയാല് ഒരു 50 പ്രാവശ്യം 60 പ്രാവശ്യം അപ്പച്ചാന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയം എന്ന് വെച്ചാ എനിക്ക് അപ്പുറത്തെ റൂമിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ അതുപോലെ. പക്ഷെ ഭയങ്കര അപ്പൊ ഇവളെങ്ങനെ അറിയോ, അപ്പച്ചാന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പൊ അപ്പച്ചന് ചിരിയാട്ടോ അതൊക്കെ. എനിക്ക് അപ്പച്ചന്റെ മുഖത്ത് ആ ചിരി അപ്പച്ചൻ എങ്ങനെയാണ് എന്നെ കാണുമ്പോ. അപ്പൊ അങ്ങനെയാട്ടോ. പിന്നെ ഞങ്ങള് ഫുഡൊക്കെ അങ്ങനത്തെ ദിവസമൊക്കെ ആണെങ്കിൽ ഇവളെയും വിളിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കിഡിലോസ്കി ആളായിരുന്നു. നമ്മുടെ മഞ്ഞുമലത്തെ പിള്ളേർ ആരും എന്നെ വായി നോക്കില്ല. അല്ല, അപ്പൊ ബീനക്ക് ഒരു കൊതിയായി കാണുമല്ലോ. കാര്യം നമ്മള് ഉടുത്തൊരുങ്ങി നാട്ടിൽ പോകുമ്പോഴേ ഏതെങ്കിലും ഒരു പയ്യനൊന്നും നോക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയും? സൗന്ദര്യം ഉണ്ടോന്ന് പോലും അറിയില്ലല്ലോ. മാത്രമല്ല ഇത് എന്താ നോക്കാത്ത ഒരുത്തരും. മാത്രമല്ല തിരിഞ്ഞു നോക്കേണ്ടി വരും, പിതാവ് പറയാനുണ്ടോ? അല്ല എല്ലാവർക്കും പേടിയായിരുന്നു. അപ്പച്ചനുള്ള എന്നെ ഒരു പിള്ളേരും അങ്ങനെ വായി നോക്കില്ല. എല്ലാവർക്കും അറിയാം. അപ്പൊ ആന്റണിയുടെ മോളാന്ന് പറഞ്ഞ ഒരെണ്ണം വായി. നല്ല മനുഷ്യനായിരുന്നു. മെന്റലി ഞാൻ പറയണു. പക്ഷെ ഉണ്ടല്ലോ, പുള്ളിക്ക് ഉണ്ടായ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളിയുടെ ഏറ്റവും വലിയ ഭയങ്കര ദേഷ്യക്കാരൻ. പിന്നെ ഫ്രണ്ട്സിന് വേണ്ടി ഭയങ്കര അയ്യോ, പിന്നെ ഫ്രണ്ട്സിന് വേണ്ടിയായിരുന്നു ജീവിതം. അയ്യോ എന്നെ അല്ല, പക്ഷെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് വെച്ച് പുള്ളി ഒരു പണി ചെയ്തു. വീട്ടിൽ നിന്ന് തന്നെ 3 വർഷം അടുപ്പിച്ച് മറ്റേ കെട്ട് നിറച്ചങ്ങടെ ശബരിമലയ്ക്ക് പോയി. അങ്ങനെയും പോയി. അപ്പൊ ഞങ്ങള് 40 ദിവസം ഞങ്ങൾ ഇതൊക്കെ എടുക്കണം. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്. അത് പള്ളിക്കാരറിഞ്ഞ് പള്ളി ഭയങ്കര പ്രശ്നമായി. അപ്പൊ പറഞ്ഞു, ദേ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇനി മേലില് ആന്റണി ഇങ്ങനെ ചെയ്താൽ ഒരൊറ്റ എണ്ണത്തിനെ കെട്ടില്ല, പള്ളി കെട്ടില്ലെന്ന് പറഞ്ഞു. അയ്യോ വേണ്ടേന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ മക്കളെ കെട്ടിക്കണ്ട, അവർക്ക് ഇഷ്ടമുള്ളവർ ആര് ഏതെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ വന്നാൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും, നിങ്ങൾ കെട്ടിക്കണ്ടോ. അങ്ങനെ പറഞ്ഞ ആളാണ്. മനസ്സിലായില്ലേ? ഭയങ്കര ടഫാണ്. പക്ഷെ മെന്റലി അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പടം കാണാം. അയ്യോ എന്റെ അപ്പച്ചന്റെ ഇതന്നെയല്ലേ അപ്പച്ചൻ? ഈ കിടിലം ആന്റണി എന്ന് പറഞ്ഞ ആള് ടഫായിരുന്നു അല്ലേ? പക്ഷെ ഈ കിടിലം ആന്റണി വീഴ്ത്തി കളഞ്ഞു തസ്നി. അതെ, ഞാൻ അപ്പച്ചാന്ന് വിളിച്ച അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല. കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വന്നു കേട്ടോ. കുട്ടേട്ടാ, എന്താ കുട്ടേട്ടാ ചോദിക്കാൻ വന്നേ? നമസ്കാരം ബീന ആന്റണി. നമസ്കാരം രശ്നിഖാൻ. നമസ്കാരം കുട്ടേട്ടാ. നേരത്തെ പറഞ്ഞു താങ്കൾക്ക് പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ കുട്ടേട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. സെന്റ് പോൾസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് താങ്കൾക്ക് ഒരു പ്രേമലേഖനം കിട്ടി. അത് സ്ഥിരമായി താങ്കൾ എടുത്തു വായിക്കുമായിരുന്നു. ശരിയല്ലേ? അത്ര നല്ല സാഹിത്യമായിരുന്നു. എല്ലാ ദിവസവും എടുത്ത് വായിക്കാൻ. അങ്ങനെയല്ല സാർ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രേമലേഖനം കിട്ടിയതാണ് എനിക്ക്. അല്ല, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു പോയല്ലേ? സത്യം. ഏതെങ്കിലും ഒരാൾ അല്ല, പ്രേമമൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രായമല്ലേ തോന്നും. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മിക്സഡ് കോളേജ്. ഈ മനുഷ്യൻ നമ്മുടെ ആന്റണി സാറിനെ അറിയത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഒരു സെന്റ് പോൾസ് കോളേജിൽ കളമശ്ശേരിയിൽ ഇറങ്ങല്ലേ. അപ്പൊ അവിടെ നിന്ന് ഒരു പയ്യൻ കയറി ഇങ്ങനെ എന്നെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കൊരു കത്ത് തന്നു. അത് ഞാൻ മേടിച്ചു. പിന്നെ വീട്ടിൽ പോയിട്ട് ബാത്റൂമിൽ സ്ഥിരം കയറുക, ഇത് വേറെ വഴിയില്ലല്ലോ. പക്ഷെ അതങ്ങനെ വലുതായിട്ടൊന്നും പോയില്ല. പക്ഷെ അതായിരുന്നു എന്റെ ആദ്യത്തെ ഭയങ്കര നല്ല കയ്യക്ഷരവും. അശോകൻ എങ്ങാണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര്. പക്ഷെ എനിക്ക് തോന്നിയത് ബീനയ്ക്ക് ഇഷ്ടമായത് അവനേക്കാൾ അവന്റെ അക്ഷരത്തെയാണെന്ന് പറഞ്ഞു. അക്ഷരം നല്ല എക്സ്ക്ലമേഷൻ മാർക്കും എല്ലാം ഉണ്ട്. കണ്ണിൽ നിൽക്കുന്നു ആ ഒരു ലെറ്റർ. നാളെ എനിക്ക് കാണാൻ കഴിയുമോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെന്തൊരു അത്ഭുതമാണ്. എക്സ്ക്ലമേഷൻ മാർക്ക്. അതെ, എവിടെയാണോ എന്തോ.
ബീനയുടെ വീട്ടിൽ സ്ഥിരം പോകുന്ന ആളല്ലേ തെസ്നി? അതെ. എന്നിട്ട് ഈ സാധനം വായിക്കാൻ തന്നായിരുന്നു? ഇല്ല ഇത് പഠിക്കുന്ന കാലത്ത് നിങ്ങൾ തമ്മിൽ സൗഹൃദം ആയെന്നാ പിന്നെ? അതൊരു കഥയുണ്ട് സർ. അതെന്ന് വെച്ചാലേ തെസ്നി ഞാൻ ഇങ്ങനെ സീരിയൽ ഏത് സീരിയലായിരുന്നു? ഞാൻ അമ്പലക്കര യു പി അമ്പലക്കര UP സ്കൂൾ യൂണിവേഴ്സൽ. അന്ന് ഞാൻ സെയിന്റ് പോൾസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഒരു ബ്യൂട്ടി പാർലർ തേവരയിൽ ഉദ്ഘാടനം. അപ്പൊ അവള് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇത് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന്. അപ്പൊ കോളേജിൽ നമ്മളിങ്ങനെ അടിച്ച് ചെത്തി പൊളിച്ചൊക്കെ കിടക്കുന്ന കാലമുണ്ട്. പക്ഷെ ഹെയർ കട്ടിനും ഒക്കെ ഇട്ട് നമ്മൾ പാർലറായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ തേവരയിലേക്ക് ചെല്ലുമ്പോ അവിടെ ആശാ ജയറാമും തെസ്നിഖാനും പൂജ്യം വരെ. അപ്പൊ അതിൽ ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് സാറിനോട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ സ്കൂളിൽ നിന്ന് പോയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആശാ ജയറാം ഭയങ്കര നമുക്ക് സിനിമയിൽ അന്നൊക്കെ ഭയങ്കര ഭംഗിയുള്ള ആശാ ജയറാം. അതിന്റെ നോക്കുമ്പോ തെസ്നിഖാൻ അപ്പുറത്ത് നല്ല സുന്ദരിയായിട്ട് ചെറുപ്പക്കാരിയല്ലേ അന്ന്. ഞാൻ പേടിച്ചു കേട്ടാ. ഞാൻ വിചാരിച്ച ആശാ ജയറാം നല്ല ഭംഗി, അതിന്റെ ഇടക്ക് തെസ്നി അവിടെ വന്നതല്ലേ? സീരിയസ്ലി നല്ല ഭംഗിയായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. മുടിയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ഇങ്ങനെ. അപ്പൊ എന്നിട്ട് ഞാൻ അന്ന് സുന്ദരിമാർക്ക് നല്ല ക്ഷാമമുള്ള കാലമാണ്. അല്ല സർ, ഏറ്റവും കോമഡി എന്താ അറിയോ? അന്ന് തെസ്നിഖാന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങി. ഞാന് ഒരു ഓട്ടോഗ്രാഫ് തരുമോ? എന്താ കുട്ടിയുടെ പേര്? ബീന കെ. ബീന കെ. എവിടെയാ വീട്? വീട് മഞ്ഞുമല്. ഓക്കെ. ഫോൺ നമ്പർ ഉണ്ടോ? ഫോണില്ല. അടുത്ത വീട്ടില് അടുത്ത വീട്ടിൽ എനിക്കാണ് ഫോൺ നമ്പർ അടുത്ത വീട്ടില്. അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിലൊന്നും ഫോണില്ല അന്ന്. അപ്പൊ ടെസ്റ്റ് എടുത്ത് ഞാൻ പറഞ്ഞു അഡ്രസ് മേടിച്ചു. കത്തെഴുതലോട് സിനിമയിൽ അവനേക്ക് ഇഷ്ടമാണ് തെസ്നിക്ക്. നല്ല കാര്യം വന്നോളൂ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സൗഹൃദം. അങ്ങനെയാണോ ഈ കാഷ്വാലിറ്റി? അല്ല, അതിനുശേഷം ഞാൻ കനൽക്കാറ്റിൽ അഭിനയിച്ചു കഴിഞ്ഞ് കുറെ ഞങ്ങൾ ഗോഡ് ഫാദറിൽ ഒരുമിച്ച് വിളിക്കണു. അതിനല്ലേ മെഴ്സി? ഞാനാണ് മെഴ്സി. ഞാനാണ് മെഴ്സി. ഇതിലാരാണ് മെഴ്സി? എന്നോട് മെഴ്സി ഞാൻ ഇതുവരെ പറയുന്നുണ്ട്. സീൻ കണ്ടോക്ക് എന്താ പറയുന്നത്? എന്നെ മെഴ്സി മെഴ്സി ആയിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോലെ മെഴ്സി മെഴ്സി എന്തെങ്കിലും ജഗദീഷ് പൈസ ചോദിക്കുന്നു. അവിടെ നിന്ന് പറയും. തീർത്ത് പറഞ്ഞോ? അത്രേ ഉള്ളൂ. ആരും സത്യത്തിൽ ശ്രദ്ധിക്കില്ല. പക്ഷെ ഈ പടം കേറി അങ്ങോട്ട് ഹിറ്റ് ആയപ്പോ ഞങ്ങളെല്ലാവരും അറിഞ്ഞു. കൂട്ടുകാരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയി ഞങ്ങള്. മലയാള സിനിമയിലെ കൂട്ടുകാരി ബ്രാൻഡ് അംബാസിഡർ ആയി. ചെറിയ ചെറിയ വേഷങ്ങൾ, സുഹൃത്ത്, കോളേജ് കുമാരി, കൂട്ടുകാരി അല്ലേ? വിട്ടു. അപ്പോഴേക്കും ചാനലുകൾ വന്നു. എനിക്ക് തോന്നുന്നു തെസ്നി സിനിമാലിലേക്ക് മാറി. സിനിമ ഇടക്ക് സിനിമല. ഞാൻ ഫുൾ സീരിയലിലായി. പിന്നെ ഞാൻ സിനിമയിലേക്ക് വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് പിന്നെ വന്ന് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫുൾ എനിക്ക് 2010 ശേഷമാണ് ഞാൻ നല്ല ലൈവ് ആയത്. അല്ല, ഈ സീരിയൽ എന്ന് പറഞ്ഞപ്പോഴേ ഒരു നമ്മളിപ്പോഴും പേര് പറയാൻ പറ്റാത്ത സ്ക്രീനിലൊക്കെ എപ്പോഴും കണ്ടുപിടിക്കുന്ന ഒരു നടൻ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞതേ, നമുക്കൊരു അടുത്തുള്ളൊരു UP സ്കൂളിൽ ജോലി കിട്ടിയ ഒരു ഫീലാന്ന്. കാര്യം വെച്ചാൽ 10 മണിയാകുമ്പോൾ കുടയും പിടിച്ച് പതുക്കെ ലൊക്കേഷനിലോട്ട് ചെല്ലുന്നു. വൈകിട്ട് 5:30 സ്കൂള് വിട്ടു വീട്ടിൽ പോയി പിള്ളേരുമായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് സുഖമായിട്ട് കിടന്നു. ഒരിക്കലും അല്ലട്ടോ സാർ. പിന്നെ എങ്ങനെ രാവിലെ ടൈമൊക്കെ എങ്ങനെ അറിയോ? 6:30 ആണ് ഇപ്പൊ എല്ലാരും വിളിക്കുന്നത്. 9:30 നമുക്ക് 10 o'clockനൊക്കെയാണ് നമ്മള് വർക്ക് കഴിയുന്നത്. രാത്രി 9:30 വരെ പോകും. 9:30 ഞാൻ പോവും. പക്ഷേ ചിലപ്പോ 10 മണി വരെ പോകും, 11, 12. പക്ഷെ 6:30 ആണ് ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റിനെയും വിളിക്കുന്നത്. ആണോ? അപ്പൊ രാവിലെ പോകണം. അത് എനിക്കൊന്ന് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കാലമായി. പുള്ളി വളരെ ഹാപ്പിയാന്ന് പറഞ്ഞു. കാര്യം UP സ്കൂളിൽ ജോലി കിട്ടണമെന്നാണ് ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അത്ര പ്രധാന ക്യാരക്ടർ അല്ലായിരിക്കും. അത്ര പ്രധാനമല്ലെങ്കിൽ കഞ്ഞി കുടിച്ച് കിടക്കാൻ വന്ന കാശ് കിട്ടുന്ന ആളാ. ചെന്ന് കയറാത്ത സ്ഥലമില്ല. ബിഗ് ബോസിൽ പോയോ? അവിടെ അലക്കി പൊളിച്ചോ? കലക്കി പൊളിച്ചൊന്നുമില്ല. അല്ലെ ഞാനായിട്ട് തന്നെ നിന്നു. സൈലന്റ് ആയി. പിന്നെ ഞാൻ നോക്കുമ്പം എന്നെ ബിഗ് ബോസിൽ വരുന്നതിന്റെ മുമ്പ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിച്ചവരൊന്നും അവിടെ വന്നപ്പോ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അവര് വേറെ കളി, വേറെ അപ്പൊ എനിക്ക് ഞാൻ നോക്കുമ്പോ എനിക്ക് സ്ക്രീൻ സ്പേസ് തരുന്നില്ല. മീൻസ് എന്നോട് മിണ്ടിയാലല്ലേ എന്നെ സ്ക്രീനിൽ കാണുള്ളൂ. എന്നോട് കാണിക്കുന്നില്ല. ഇല്ല, ഞാൻ വളരെ കുറവായിരുന്നപ്പോ എനിക്ക് എന്തെങ്കിലും മിണ്ടാനോ എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ചെയ്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നിനുമില്ല. ഞാൻ അപ്പൊ പേടിച്ച് അരണ്ടിരിക്കുന്ന പോലെയാ തോന്നിയത് തെസ്നിങ്ങനെ. പക്ഷെ ഒരു മാസം നിന്നു. ഒറ്റ മാസം. ഒരു മാസം നിന്നു. പക്ഷെ അത് തെസ്നിക്ക് വലിയ ഗുണം ചെയ്തു സർ, സാമ്പത്തികമായിട്ട്. പിന്നെ
അല്ലേ ജസ്റ്റി? മാത്രമല്ല ബിഗ് ബോസിൽ പോയ ആൾക്കാരെല്ലാം പറയുന്നത് അത്യാവശ്യം കടം തീർന്നു. ഉറപ്പായിട്ടും നമ്മൾ അത് സാറേ, ജസ്റ്റി പറയണ്ടല്ലോ. സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ഗുണമായി. നല്ലൊരു ഗുണം ഗുണം ചെയ്യും. കിട്ടും. അതെ. അതായത് വലിയ ഇതിലൊന്നും വരില്ല. എങ്കിലും, എന്നാലും എങ്കിലും. നമുക്ക് നമ്മുടെ കെട്ടിയ വീടിന് ഒരു നിലയും കൂടെ കെട്ടിയോ? അങ്ങനല്ല. അപ്പോഴേക്കും കോവിഡ് വന്നില്ലേ, അതെ. ജീവിക്കണ്ടേ? അപ്പോഴത്തേനും ആ COVID വന്നു. ജീവിക്കാനാ ഞങ്ങള് ലാസ്റ്റ് അപ്പൊ കോവിഡിന് മുമ്പാണോ ഈ അപകടം അല്ല, ഉണ്ടായത്? ഞങ്ങൾ സെക്കൻഡ് സീസൺ നിർത്തി കോവിഡ് കാരണം. ആ, നിർത്തി. അത് 75 climax episode. പോലും, അതിന്റെ ഫിനാലെ പോലും നടന്നില്ല. ഫിനാലെ നടന്നില്ലല്ലോ. ഇതിന്ന് പുറത്തിറങ്ങി വന്നപ്പോഴേ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഭയങ്കര ആ, നല്ലതായിരുന്നു. ചിക്കൻ നഗറേറ്റ് വാങ്ങിയോ? പണ്ട് ഞങ്ങൾക്ക് തെസ്നീനെ അത്രയൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. അത് ജസ്റ്റി ഒന്നുമില്ല, ഭാവമായിട്ട് നിന്ന് ജസ്റ്റി ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ബേസിക് അങ്ങനെ തന്നെയാ സാറേ. ആ. അല്ല, പക്ഷെ അവിടെ പോയിട്ട് അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. പാടില്ല. ആ. അത് ശരി. അവിടെ അവിടെ ചെന്ന് നമ്മൾ നമ്മള് ഒറ്റക്കാലിൽ നിന്ന് ഗെയിമിലാണ് കളിക്കണം. പോകുന്നത്. അതെ, അതെ, അതെ. രണ്ടു കാലിൽ നിന്ന് പോയാൽ പോയി. ഓ, ഇത് തന്നെ ഒറ്റക്കാലിൽ നിന്ന് കളിക്കണം. മീനെ പോയിട്ടുണ്ടോ ഞാൻ ബിഗ് പോയിട്ടില്ല ബോസ്? സാർ, ഇതുവരെ എന്താ ഭയന്നാണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോഴാണ് കളി. അല്ലല്ല, എനിക്ക് ഒന്നാമത്തെ ഞാൻ ഏഷ്യാനെറ്റിൽ പറഞ്ഞോണ്ട് കുഴപ്പമുണ്ട് സാർ. ഏഷ്യാനെറ്റിൽ 3 വട്ടം പറയാം. ഏഷ്യാനെറ്റ്. അതറിയോ, ഞാൻ എപ്പോഴും അവിടെ ഞാൻ എപ്പോഴും ഈ നടക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണ്ടിന്യൂസ് സീരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ. മനസ്സിലായില്ലേ? ആ. വൺ ഓഫ് ദ മെയിൻ റോള് ഞാൻ ചെയ്തുകൊണ്ടിരിക്കണ്ടാവും എപ്പോഴും. എനിക്ക് ഒരിക്കലും അതിന്റെ അന്ന് വിട്ടുപോകാനായിട്ടുള്ള ഒരു അവസരം അവിടെ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മാത്രമല്ല കഴിഞ്ഞ- എനിക്കൊന്ന് ആശുപത്രി കിടത്തിയാൽ എത്ര ദിവസം കിടത്തും അല്ലേ? അതെ. ആള് നാട് വിട്ടു പോയാൽ എത്ര ദിവസം നാട് വിട്ടു? കഴിഞ്ഞ ഈ സീസണിലും എന്റെ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്റെ അടുത്ത് ബീന. പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ അവിടെ നിന്നുള്ള പ്രൊഡ്യൂസിംഗ് സെക്ഷനും എന്നെ വിടാനില്ല. അപ്പൊ എനിക്കൊന്ന് ഒരു സമ്പാദ്യം പോയി. അല്ല സാർ, എനിക്ക് ബീന ആന്റണി അവിടെ പോയിരുന്നെങ്കിലേ. അല്ല, പക്ഷേ എനിക്ക് പേടി. ഇപ്പൊ സാറേ, ഇപ്പൊ ശരിക്കും കളി ഭയമുണ്ടോ? പഠിച്ചു. എനിക്ക് പേടി. എന്താ ബീനയെ തളർത്തുന്ന ഭയം? അങ്ങനെയല്ല, എനിക്ക് പേടിക്കേണ്ട അവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ എനിക്ക് പറ്റുമോ ബീനയ്ക്ക് പറ്റും. ഷൂട്ടിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ബീനയ്ക്ക് പറ്റും. ഒള്ളി തിങ് ഈസ് ബീന അഭിനയിച്ച ചില റോളുകൾ പുറത്തിറക്കേണ്ടി വരും. ചില സീരിയലൊക്കെ ചില കാമാക്ഷി കമലാക്ഷി ചില റോളൊക്കെ അതെ, ഉണ്ടല്ലോ, അതെ. അത് പുറത്തെടുക്കണം. ഞാനിപ്പോ ഹോമിൽ ചെയ്തിരുന്നു സാർ ഒരു ക്യാരക്ടർ. അതുപോലത്തെ ഇത് മര്യാദരാമന്റെ സഹോദരിയായിട്ട് അവിടെ നിന്നാണ് താങ്കൾക്ക് പറ്റിയ ഒരു അബദ്ധം. അതെ, ഇപ്പൊ കളി പഠിച്ചു. ഇതിനിടയ്ക്ക് ബീന പറയുന്നിട്ട് നമ്മുടെ ഈ തെസ്നി ഈ ഫോൺ കോള്, പ്രത്യേകിച്ച് അമ്മയുടെ ഫോൺ കോളൊക്കെ വന്ന വല്ലാണ്ട് ഭയപ്പെടുന്ന ഒരു കുട്ടിയാണ്. ഞങ്ങൾ രണ്ടിനും കൂടി മറ്റേ ടെസ്ബീൻസ് ഒക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻ എന്റെ നമ്മുടെ മോനാണ്. YouTube channel. അതെ, യൂട്യൂബ്. അപ്പൊ ഞങ്ങളുടെ എന്റെ മോനാണ് മറ്റേ ക്യാമറയൊക്കെ ഷൂട്ടിംഗ് ആരാ? ഷൂട്ട് ചെയ്യുന്ന അവനാ ക്യാമറമാൻ അവനാ. ആരോമല്ലേ? അവന്റെ പിതാമകനുണ്ടല്ലേ? അല്ല, അത് വരുമോ ഞങ്ങളുടെ ഇത് ഷൂട്ട് അത് വേറെ ഞങ്ങൾക്ക് ബദലായിട്ട് വേറെ ചാനൽ ഉണ്ടല്ലോ. പുള്ളിക്ക് പുള്ളിക്ക് വേറെ channel ഉണ്ട്. മനോസ് വിഷൻ ഉണ്ടല്ലോ. തകർക്കണത്. അപ്പൊ അല്ല, ഞങ്ങള് തുടങ്ങിയ ശേഷം പുള്ളിയെ പുള്ളിക്ക് നല്ല ഇതായി. ഞങ്ങൾ അത്രയൊന്നും പോയില്ല. അത് പോട്ടെ, അതല്ല ഇത് നല്ല നിങ്ങൾ ഇതോടെ നിങ്ങളുടെ ഊഴമായി അത് പറഞ്ഞാൽ അതിന്റെ ഒരു പകുതി വരുവാൻ നമുക്ക് തന്നേക്കണം. അതല്ല സാർ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കും. നല്ല എന്തെങ്കിലും സാധനം ഞങ്ങൾ രണ്ടും കൂടെ ഹായ് എങ്ങനെ അതിന്റെ തുടക്കം ഒന്ന് ഞങ്ങളിങ്ങനെ ഹലോ രണ്ടും കൂടെ ഹലോ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വ്ലോഗ്സിലേക്ക് സ്വാഗതം. നന്നായിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഞങ്ങള്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ ഫുഡ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ടെസ്റ്റിക്ക് ഒരു ഫോണ്. ഒരു സെക്കൻഡ് യോടി മമ്മിയടി. ഹലോ അമ്മി, മമ്മി എന്താ അമ്മി? പഠിച്ചോനെ എന്താ? അല്ലാ, എന്താ ആരെ വിളിച്ചോ? അല്ലോ, എന്താ? ഒന്നുമില്ലടി, അവര് മറ്റേ ഫോൺ അതാണോ പഠിച്ചോനെ നിങ്ങൾ പറയണ്ടെന്ന് വെക്കും. ഏത് കോൾ വന്നാലും വീട്ടിലേക്ക് 4 കോഴി കയറി വന്നാലും ഇതായിരിക്കും. നമ്മളിപ്പോ ഒരു സാധാരണ കോൾ എടുക്കുന്നത്. ഇപ്പൊ ഹലോ, എന്താ അമ്മേ, ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ പഠിച്ചോനെ ഉമ്മ വിളിക്കണ്ടേ. ഹലോ മമ്മി, എന്താ മമ്മി? എല്ലാത്തിനും ആങ്സൈറ്റിയാണ്. അതല്ല, മമ്മി ഒന്നാമത് ഒത്തിരി ബോഡി അതില്ലെങ്കിലും നീ തന്നെയാണ്. നീ ഒന്നുമല്ല. ടെസ്റ്റിക്കല്ലേ ഭയങ്കര പേടിയാണ് സാർ. എല്ലാം ടെൻഷൻ വെച്ചാല് എല്ലാം പേടിയാണ്. അതൊക്കെ ചെയ്യും. പക്ഷെ ഉണ്ടല്ലോ പേടിത്തൂറി എന്ന് പറഞ്ഞാല് തെസ്നി ഖാൻ, താങ്കളെ കുറിച്ച്, താങ്കളുടെ കഴിഞ്ഞ ജന്മത്തിനെ കുറിച്ച് കുട്ടേട്ടന് കുറേയധികം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. തെസ്നിയുടെ കഴിഞ്ഞ ജന്മത്തെ കുറിച്ചോ? അതെ. ആടുമല്ലോ ആട് ജീവിതം പോലെ അല്ല ബോസ്, തെസ്നി ഖാന്റെ പേര് തേൻമൊഴി എന്നായിരുന്നു. തെസ്നി ഖാൻ ഒരു കൊട്ടാരം നർത്തകിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2-3 കുട്ടികളുള്ള ഒരു ഭർത്താവിനെ താങ്കൾ പ്രേമിച്ചു. 3 കുട്ടികളുള്ള പിന്നല്ല. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഭാര്യ താങ്കളെ ശപിച്ചു. 7 വർഷത്തേക്ക് താങ്കൾക്ക് വിവാഹം ഇല്ല. ഇതെല്ലാം താങ്കൾക്ക് അറിയാമോ? അത് 7 years പ്ലാൻ ആയിരുന്നു. അങ്ങനെയൊക്കെ താങ്കൾക്ക് അറിയില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നോടൊരു ഒരാള് പറഞ്ഞതാണ്. ഈ തെസ്നി ഖാന് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പേടിച്ചു. അത് എവിടെ വെച്ചാണ് അതുണ്ടായത്? ഈ ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ആരാണ് ഇയാള്? കഴിഞ്ഞ ജന്മത്തിൽ
ഒരു നർത്തകിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഈ ജന്മത്തിൽ ഞാൻ ഡാൻസ് ചെയ്യും എന്ന് എനിക്കറിയാം, ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടല്ലോ ആവശ്യത്തിനൊക്കെ. ഓക്കെ, ഒരു ബ്രാഹ്മണ കുടുംബത്തില് ജനിച്ചതാണ്. അപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ ശരിക്കും വെജിറ്റേറിയൻ ആണ്. ശരിക്കും എനിക്കത് ഇഷ്ടം. അല്ല, വെജിറ്റേറിയൻ ഒന്നും അല്ല. ചിക്കൻ ഒക്കെ ചിക്കൻ കഴിച്ചില്ല ഞാൻ. അല്ല, കഴിക്കാറൊക്കെ, പക്ഷേ ഇഷ്ടമല്ല. സദ്യ എന്ന് പറഞ്ഞ തെസ്നി അവിടെ കിടക്കും. ഭയങ്കര വെജിറ്റേറിയൻ ആണ്, ഭയങ്കര ഇഷ്ടം. വല്ലപ്പോഴൊക്കെ മീനും ഇതൊക്കെ കഴിക്കുമെങ്കിലും അവൾക്ക് ഏറ്റവും ഇഷ്ടം പച്ചക്കറിയാണ്. അതെ അതെ, വെജിറ്റേറിയൻ അല്ല ഫുള്ള്. അപ്പൊ ഞാൻ അപ്പൊ അതും ശരിയാണല്ലോ. എനിക്ക് മമ്മി മീനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് ഒരുപാട് പെനോയിലൊക്കെ ഒഴിച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് കുറെ എന്നിട്ട് നെസ്കോഫി തിളപ്പിക്കും. എനിക്കൊന്ന് ലോകത്ത് മത്സ്യം ഡെറ്റോൾ ഒഴിച്ച് കഴിക്കുന്ന ആദ്യത്തെ അത് മീനിലല്ല, മീൻ വൃത്തിയാക്കി കഴിഞ്ഞ സ്ഥലം. ബ്രാഹ്മണ സ്ത്രീയുടെ ഒരു അല്ല സാർ, ആ ബ്രാഹ്മണ സ്ത്രീയുടെ ഒരു ഇത് ഇവളുടെ കയ്യിൽ ഇപ്പോഴും കിടപ്പുന്നുണ്ട്. പിന്നെ നല്ല സ്മെല്ലിന് വേണ്ടി കാപ്പി തിളപ്പിക്കും, കാപ്പിയുടെ മണം വരെ. ഇങ്ങനത്തെ ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ശരിയാണല്ലോ, അതാണ് ബീന ഈ ജന്മത്തിൽ ഞാൻ കല്യാണം അവളത് കൂട്ടിക്കലത്ത് ആ ശാപം കിടക്കുക. എങ്ങനെ മുക്തമാവും അറിയില്ല. അതറിയില്ല. എന്റെ അടുത്ത ലാസ്റ്റ് ജന്മമായിരിക്കും. അടുത്ത ജന്മത്തിൽ ചിലപ്പോ ഏതോ ഒരുവൻ എവിടോ ഇരിപ്പുണ്ട്, അവൻ ആയിസോടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് സംഭവം മറ്റേ നടന്നെന്ന് പറഞ്ഞു. ഏത്? തെസ്നിക്ക് ഗോൾഡൻ വിസ കിട്ടിയെന്ന്. മുകേഷ് അംബാനി, അദാനി, മമ്മൂട്ടി, മോഹൻലാൽ, ഷാരൂഖ് ഖാൻ ഇവർക്ക് കിട്ടിയ ഗോൾഡൻ വിസ തെസ്നി ഖാനും കിട്ടിയെന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ ആർക്കും കിട്ടുന്ന അവസ്ഥയായി. ഇപ്പൊ ഗോൾഡൻ വിസ ഇല്ലാത്തവരാരാന്ന് ചോദിക്കേണ്ട ഗതി. അത് മാത്രമേ ഉള്ളൂ. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അത് നന്നായി. അല്ല സാർ, എന്തിനാണ് ചുമ്മാ എന്തിനാ സാർ? പക്ഷെ അത് കിട്ടിയതിന്റെ ശേഷം ഭയങ്കര ഒരു പ്രശ്നം വന്നു എനിക്ക്. ആണോ? അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചില ആളുകൾക്ക് ദേശീയ അവാർഡ് കിട്ടിയ പിന്നെ അഭിനയിക്കാനുള്ള അവസരം കുറയും. അതുകൊണ്ട് പലരും ഭയക്കുന്നുണ്ട് ദേശീയ അവാർഡ് കിട്ടല്ലോ, കിട്ടിപ്പോയ പിന്നെ അവസരം കാണത്തില്ല, വെറുതെ എന്ന് പറയുന്നതിലാണ് ഈ ഗോൾഡൻ വിസ കിട്ടിയാൽ പിന്നെ ദുബായിലോട്ട് യാത്ര പോകത്തില്ല. അതിന്റെ ഒരു ഇരയാണ് ഞാൻ. എന്റെ കയ്യിൽ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ വിസ. ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കടലാസ് പൂത്തുപോയെന്നറിയാൻ വേണ്ടി ഞാൻ മണത്തു നോക്കുന്നുണ്ട്. അത് മാത്രമേ എനിക്കൊരാളെ വാടക അയച്ചൂടെ, എന്റെ ഭാര്യ അയച്ചൂടെ, ഞാൻ വിട്ടിട്ടില്ലല്ലോ. അതല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ഗോൾഡൻ വിസക്കാർ മിക്കവാറും നമ്മുടെ വിസ ഡിസ്ക്വാളിഫൈ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ആൾക്കാർക്ക് സ്കൂളിൽ പോകുന്നതെല്ലാം കയറി പോകാമല്ലോ, ഭയങ്കര സൗകര്യമാണ്. പക്ഷെ ആവശ്യത്തിന് മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. അല്ലെ, നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമില്ലേ, 10 കൊല്ലത്തെ കൈ ഇരിക്കട്ടെ. തെസ്നി ആ ഗോൾഡൻ വിസ കിട്ടിയിട്ട് ഒരു അപകടത്തിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിലായി എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചത്? എനിക്ക് ഈ ഗോൾഡൻ വിസ കിട്ടി കഴിഞ്ഞ ശേഷം സൗദി അറേബ്യയിൽ ഒരു ഷോ വന്നു. ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റില് ബിരിയാണി കോൺടെസ്റ്റ്, അതായത് ബിരിയാണി കഴിക്കണം, ബിരിയാണി ഫെസ്റ്റിവൽ. ബിരിയാണി കഴിക്കണം. അല്ല, ഞാൻ അത് രുചിച്ച് നോക്കി. പിന്നെ അത് കൂടാണ്ട് ഞാൻ ലൈവായിട്ട് ബിരിയാണി ഉണ്ടാക്കും വേണം. അവർക്ക് കുക്കിങ്ങിൽ മിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ സൗന്ദര്യ മത്സരത്തിൽ പോയി ബീന ആന്റണിക്ക് 1ാം സമ്മാനം കിട്ടി എന്നും പറയും. അത് ഞാൻ പറയാം. അല്ല, ഞങ്ങളിൽ ഭംഗി വീണ തന്നെയാണ്. ഞാൻ എന്നിട്ട് ബിരിയാണി അപ്പൊ അതിന് വേണ്ടി ഇട്ടപ്പോ ഞാൻ സ്പോൺസർ വിളിച്ചു, തെസ്നിങ്ങനെ ഗോൾഡൻ വിസ ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ. അതിന്റെ കോപ്പി അയച്ചുകൊണ്ടാന്ന് പറഞ്ഞു. കോപ്പി അയച്ചു കഴിഞ്ഞ് രാവിലെ കോപ്പി അയച്ചപ്പോ വൈകുന്നേരം ആയപ്പോഴേക്കും 1 കൊല്ലത്തേക്ക് വിസ ഡിങ് അടിച്ചു, സൗദി വിസ. ഞാൻ നെട്ടിപ്പോയി. എന്നോട് ഗോൾഡൻ വിസ എടുക്കണോട്ടോ വരുമ്പോന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എടുത്തോളാം. ഞാന് 12-1 മണിക്കാ ഫ്ലൈറ്റ്. അങ്ങനെ നെടുമ്പാശ്ശേരി പോയി വിസ ഗോൾഡൻ വിസ ഇപ്പൊ ഞാൻ ഡൂപ്പും ചെയ്തിട്ടുണ്ട്, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും ഞാനിങ്ങനെ നോക്കിട്ട് ഒറിജിനൽ ഇവിടെ നിക്കട്ടെ, ചീത്തയായി പോയാലോ, ഡൂപ്പ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കഴിഞ്ഞ് പോയി. നെടുമ്പാശ്ശേരി പോയിട്ട് അവര് നോക്കി, നമ്മൾ അറിയാലോ ആ തെസ്നിജി എവിടെ പോണു, സൗദി അല്ലേ, എല്ലാം കഴിഞ്ഞു. അവിടെ തന്നെ വിട്ടു. നേരെ ലോഞ്ചിൽ പോയി. അവിടെ ചെന്നിരുന്ന് എല്ലാരും അപ്പോഴേക്ക് ജ്യൂസ് മറ്റേതൊക്കെ കഴിച്ച് വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞു. 1:30 ആയപ്പോ ഫ്ലൈറ്റ് കയറി ഷാർജ ചെന്നിറങ്ങി. കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ, കണക്ഷൻ ഫ്ലൈറ്റ് ആണല്ലോ. അവിടെ ഇറങ്ങി കഴിഞ്ഞ് അവിടെ മലയാളീസ് നമ്മള് തന്നെ ഏതാ പ്രോഗ്രാം എന്നല്ലേ ചോദിക്കുള്ളൂ ആൾക്കാര്. അവിടുന്ന് 7:30 ഫ്ലൈറ്റ്. അപ്പൊ ക്യൂല് നിക്കാണ്, ഈ ഗോൾഡൻ വിസയ്ക്കായിട്ട് നിക്കാണ്.
അപ്പൊ നമ്മള് ഈ വിസ കാണിച്ചു കൊടുത്തു. അപ്പം അറബി പറഞ്ഞു അക്കത്തെ മുക്കാലെ ഹത്തെ ഗോൾഡൻ വിസ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ അറബി. അക്കത്തെ മലക്കത്തെ ഗോൾഡൻ വിസ. ഞാൻ ഇതെടുത്ത് കൊടുത്തു. ഒറിജിനൽ ഒറിജിനൽ നോ നോ ഒറിജിനൽ ഒറിജിനൽ. ബാക്കി ഇംഗ്ലീഷ് തന്നെ വേറെ വല്ലവരും പറയും. ഇതെന്തോ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ഇവക്ക് കിട്ടിയേക്കണെന്ന് മോനെ സാറേ ജന്മം ചെയ്തിട്ട് എന്നോട് വെച്ച് കളിച്ചോളാന്ന് മനസ്സിലായി. അറബിയാണെന്ന് മനസ്സിലായി. ഞാൻ മാറി. അങ്ങനെയൊക്കെ കയ്യും കാലും വിറക്കാം. അപ്പൊ മലയാളി ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, ഓഫീസേഴ്സ് ഒക്കെ. എന്ത് തെസ്നികാനെ? ഞാൻ പറഞ്ഞു ഇല്ല, എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഗോൾഡൻ വിസ. അയ്യോ ഒറിജിനൽ എവിടെ? നമ്മൾ ഇത് അയ്യോ ഇത് പാടില്ല, ഇത് ഡൂപ്പല്ലേ, അവർക്ക് ചിപ്പിലിട്ട് നോക്കണം ഈ വിസയുടെ കാര്യം കറക്റ്റ്. അപ്പൊ അതില് ഇത് ഡൂപ്പായ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു അയ്യോ പ്രയാസമായിരിക്കും വിടാന്ന് പറഞ്ഞു. വിട്ടില്ല. അവിടുന്ന് പോയ അതേ സ്പീഡിൽ തിരിച്ചു ഇല്ല. അവിടുന്ന് ഞാൻ അപ്പൊ തന്നെ 1:30 വേഗം സ്പോൺസറിന് മെസ്സേജ് ഇട്ടു. അയ്യോ അവര് കുറെ പണിതിട്ടും രക്ഷയില്ല. അപ്പൊ അവരൊന്ന് തസ്നീമേടെ ഇപ്പൊ വിട്ട് കഴിഞ്ഞാല് സൗദിയിൽ ചോദിക്കും ഒറിജിനൽ വിസ. അല്ല ഒറിജിനൽ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ വരുന്നവര് ഇതിന്റെ ആൾക്കാർ കമ്പനി ഇത്രയും കെട്ടേണ്ടി വരും. ഒരുപാട് കാശ് ലക്ഷങ്ങളോളം കൊടുക്കേണ്ടി വരും. പണിഷ്മെന്റ് ആണത്. അതുകൊണ്ട് ഒറിജിനൽ. അപ്പൊ ഈ ഫ്ലൈറ്റ് തന്നെ 1:30 നെടുമ്പാശ്ശേരിക്ക് ഉണ്ട്. തിരിച്ച് നേരെ പോയി. നേരെ അവര് ടിക്കറ്റ് ഇട്ട് തന്നു. ലുലുവിന്റെ ആൾക്കാരായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അവര് ടിക്കറ്റ് ഇട്ട് തന്നു. 1:30 അവിടെ 6:30 മമ്മി അവിടെ. അപ്പൊ ഞാൻ 6:30 കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മമ്മി ഇരുന്ന് എന്നെ കണ്ടപ്പോ നീ പോയില്ലേ, നീ എവിടെ നിന്ന് വരുന്നു? ദുബായിന്ന് വരുന്നു. എന്ത് കാര്യം പറഞ്ഞു. വേഗം അലമാരെ പോയി. ഇപ്പം ഒറിജിനൽ അവിടെ ഇങ്ങനെ ഇരിക്കാ. എന്താ എന്നെ വിളിക്കാത്ത? ഒറിജിനൽ എടുത്ത് 12:30 ഫ്ലൈറ്റ്, സെയിം ഫ്ലൈറ്റ് എന്ന് കയറിയില്ലേ. അതുപോലെ 12:30 1 മണിക്ക് രാത്രി അവിടെ ചെന്നിട്ട് ക്യൂല് നിക്കാ. ഒറിജിനൽ ഉണ്ടല്ലോ കയ്യിൽ, ഇനി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്യൂ നിന്ന് പാസ്പോർട്ട് നോക്കി, ഒന്നും ചോദിച്ചു. മറ്റേത് നോക്കിയില്ല. ഗോൾഡൻ നോക്കിയില്ല. വെറുതെ ഒരു കാര്യമില്ലായിരുന്നു. കണ്ടപ്പോഴേ ഓർത്ത് നമ്മുടെ ഈ ടിനി ടോം ഇല്ലേ, ടിനി ടോം പുള്ളിയുടെ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഒരു അപവാദം പറഞ്ഞു. ഇത് ഫ്ലൈറ്റ് വെച്ചിട്ട് എന്തോ തെസ്നിയെ പേടിപ്പിച്ചു. തെസ്നിയെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓപ്പണായി പറഞ്ഞ പിന്നെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ടാവും. തെസ്നി ഒരിക്കൽ കല്ലൂർ അങ്ങനെ ഇറങ്ങി നിന്നിട്ട് എന്നെ ഒന്ന് പറ്റിച്ചു എന്ന് നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും അല്ലേ. പക്ഷെ പറ്റിക്കാൻ കുറച്ച് എളുപ്പമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബുദ്ധിയായി അല്ലേ? എവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തു? അല്ല ഞാൻ ശരിക്കും ബുദ്ധി ഉണ്ട് എനിക്ക്. ഭയങ്കര ബുദ്ധി. നമ്മൾ പുറത്ത് കാണിക്കാത്ത അല്ലേ? പുറത്ത് കാണിക്കാത്ത അല്ലേ? കാണിക്കാത്ത. നമുക്ക് വിനയം വേണം. നമുക്ക് ബുദ്ധി ഉണ്ട്, നമ്മൾ പുറത്തെടുക്കാൻ പാടില്ല അല്ലേ? ഈ ടിനി ടോം എന്താ ചെയ്തത്? ടിനി മാത്രല്ല, വിനീത് കുമാറും ഉണ്ട്, പിന്നെ ഷൈജു അടിമാലി ഉണ്ട്, പൊന്നമ്മ ചേച്ചി ഉണ്ട്. US-ലേക്ക് പോവാണ്. അപ്പം ഈ ഫ്ലൈറ്റിന്റെ മുമ്പില് സീറ്റ് ടു സീറ്റ് ആയിട്ടുമ്പോ ഫ്രണ്ടില് ഫോൺ ഉണ്ടാവും. ബാക്കിലുള്ളവർക്ക് സംസാരിക്കാതെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് മുമ്പിൽ അപ്പൊ ഇത് കാണണം, ഫോൺ കാണണം. അപ്പൊ ഞാൻ ചേച്ചിനോട് ചോദിച്ചു, ചേച്ചി ഇവിടെ ഫോൺ ഉണ്ടല്ലോ. അപ്പൊ ചേച്ചി അറിയില്ല എന്താന്നറിയാം. എന്റെ അടുത്ത് പൊന്നമ്മ ചേച്ചി ഇരിക്കുന്ന. കുറച്ച് കഴിയുമ്പോ എനിക്ക് ഫോൺ, തെസ്നിക്ക് ഫോൺ. എനിക്ക് ഫോൺ ഈ ഫ്ലൈറ്റിൽ ആര് വിളിക്കാനാ? ഞാൻ നെട്ടിപ്പോയി. ഞാൻ ഫോൺ എടുത്തു. ഹലോ ഹലോ തെസ്നി ഖാൻ. യാ തെസ്നി ഖാൻ, യു ആർ എ ടെററിസ്റ്റ്. ഞാൻ പറഞ്ഞു നോ, ഐ ആം ആർട്ടിസ്റ്റ്. ടെററിസ്റ്റ് ആണോന്ന്? ഞാൻ നോ, ഐ ആം ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ചു. ചേച്ചി ഞാൻ ടെററിസ്റ്റ് ആണോ എന്നാ ചോദിക്കുന്നത്. ചേച്ചി നീ എന്തിനാ ഫോൺ എടുത്തത്? പറഞ്ഞ ചേച്ചി നീ എന്തിനാ ഫോൺ എടുത്തത്? ചേച്ചി പിന്നെ ഫോൺ വന്നാൽ പേടിച്ച് ഭയങ്കര വിറവല് വന്നു എനിക്ക്. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ അതിക്കൂടെ ഇങ്ങനെ ടിനിയും വിനീത് കുമാറൊക്കെ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല. അവര് നോക്കണ്ട അവര് അറിയേണ്ടത് പ്രശ്നമോ അറിയണ്ട. അപ്പൊ ഞാൻ തല അടുത്തിരിക്കാം. ഇവര് ഞങ്ങളുടെ എക്സ്പ്രഷൻ എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ് അങ്ങോട്ട് ഇവരെ പണിയായിരുന്നു. പിന്നെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാ ഓഫീസസിനും ഞാനിങ്ങനെ നോക്കാം. എനിക്ക് കള്ളത്തിനും പെട്ടെന്ന് തന്നെ പിടിക്കാൻ പറ്റും സാറേ. എനിക്ക് ഒളിപ്പിക്കാൻ പറ്റില്ല. മുഖത്ത് വരും. എന്ത് ചെയ്താലും മുഖത്ത് വരും. അപ്പൊ എനിക്ക് അറിയാത്ത പോലെ ഒളിപ്പിക്കാൻ പിന്നെ ഞാൻ ഇങ്ങനെ നടക്കാണ്. അപ്പൊ ഇവര് ഭയങ്കര ചിരി. കരയന്റെ ഒക്കിലെത്തി. കരയാനായി ഞാൻ. അപ്പോഴേക്കും ഇവര് വന്ന് സംഗതി പറഞ്ഞ്. പിന്നെ ഞാൻ ഇവരോട് ഒരാഴ്ച മിണ്ടിയില്ല. പഠനമൊക്കെ എങ്ങനെയായിരുന്നു? വലിയ മിടിക്കായിരുന്നോ പഠിക്കാൻ? നന്നായിട്ട് പഠിക്കും. എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം സ്കൂളില് നല്ലൊരു എന്താണ് ഒരു 10 ചെറിയ സാധനം കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോഴോ
അത് പ്രീ ഡിഗ്രി ഡിഗ്രി അപ്പോഴല്ലേ ഈ റെയിൽവേ സ്റ്റേഷനിലും കണ്ടുപോയിട്ട് ഒരു അറ്റകൈ പ്രയോഗം നടത്താൻ ശ്രമിച്ചത്, സൂയിസൈഡ് ചെയ്യാൻ. ടെസ്റ്റിന് ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? കടയിൽ പോയി സാധനം ഞാൻ വാങ്ങി ശ്രമിച്ചല്ല. എനിക്കിതുപോലെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയൊരു പ്രേമം പോലൊക്കെ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു വെറുതെ ഒരു ഇഷ്ടം. അപ്പൊ ഇഷ്ടം ഉണ്ടായ ഒരാള് വേറൊരു പെണ്ണോട് ഇപ്പൊ എന്തോ ഒരു വാക്ക് പറയല്ലോ, ക്രഷോ. അപ്പൊ വേറൊരാളോട് സംസാരിക്കുന്നത് കണ്ടപ്പം എനിക്ക് വിഷമമായി. താങ്ങാൻ പറ്റില്ല. സംസാരിക്കുന്നത് കണ്ടോളും. അപ്പൊ ഞാൻ സ്കൂളിന്റെ ഓപ്പോസിറ്റിലെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടോന്ന് ചോദിച്ചു. അത് കഴിച്ചാൽ മരിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തില്ല, തന്നില്ല. 10 ചോദിച്ചാൽ തരുമോ സാറേ? ഇല്ല. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ട് സുമി ആൻസ്ലി, എന്റെ കൂടെ പഠിച്ച കുട്ടിയാ. ഞാൻ സുമി നമുക്ക് 10 മെഡിക്കൽ ഷോപ്പിൽ കയറാം. വേണ്ട തെസ്നി, ഇല്ല എനിക്ക് മരിക്കണം. അയാളോട് സംസാരിച്ച് മരിക്കണം. എന്റെ ജീവിതത്തിൽ അർത്ഥമില്ലാതായി. അങ്ങനെ 10 മെഡിക്കൽ ഷോപ്പിൽ 3 മെഡിക്കൽ ഷോപ്പിൽ അയാൾ അറിഞ്ഞിട്ടില്ലല്ലോ. അയാൾ അറിഞ്ഞായിരുന്നു അയാൾ പോയി സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിച്ചേനെ കേട്ടോ. പിന്നെ അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ആരും തന്നില്ല എനിക്ക്. അത് പിന്നെ അങ്ങനെ വിട്ടു. പിന്നെ വാങ്ങിച്ചില്ല. അപ്പൊ നമ്മുടെ മീന ആന്റിയുടെ സംഭവത്തിലേക്ക് വന്നാൽ, മീന യഥാർത്ഥത്തിൽ ഒരു ചെറിയ പീസാ കിട്ടാതെ പോയത്. കെമിസ്ട്രി മാത്രം തോറ്റു ഞാൻ. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച സെന്റ് പോൾസിൽ. അപ്പം വലിയ സാധനം എടുത്തല്ലേ? അല്ല, എനിക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഞാൻ പഠിപ്പിച്ചായിരുന്നു കുറച്ച്. അപ്പൊ ഞാൻ പഠിക്കാന്നൊക്കെ വിചാരിച്ചു അവിടെ ചെന്നു. പക്ഷെ ഇത്തിരി കുഴപ്പി ഞാൻ ക്രിക്കറ്റിലേക്ക് ഇറങ്ങി. ക്രിക്കറ്റ് കളിക്കാരിയാന്നറിഞ്ഞത് അതൊരു പുതിയ അറിവ് തന്നെ. പിന്നെ ഞാൻ ഫസ്റ്റ് ഡൗൺ ബാറ്റ്സ്വുമൻ ആയിരുന്നു ആദ്യം. ഞങ്ങള് ശരിക്കും ആരാവേണ്ടതെന്നറിയാം. ഞങ്ങളുടെ തലയിലെടുത്ത് ഇങ്ങനെ എഴുതിയത് ഇങ്ങനെ കുറച്ച് വളഞ്ഞുപോയി. എഴുതിയവനെ അവന് പേനയുടെ നിബിന് എന്തോ കുഴപ്പമില്ല, നന്നായിട്ട് എഴുതി കൂടായിരുന്നു. അതെ, മേനോൻ സാർ പറയും, കുഞ്ഞുങ്ങളെ നിങ്ങളെ ഭയങ്കര ഇഷ്ടം, പക്ഷെ നിങ്ങൾ വന്ന ട്രാക്ക് തെറ്റിപ്പോയി. മേനോൻ സാർ പറഞ്ഞു പടത്തിലും കുടങ്ങളിലും ഏതൊരു വെബ് സീരീസ് വിളിച്ചില്ലേ നിങ്ങളെ അഭിനയിക്കാനായിട്ട്? ഈ തെസ്നീനെ പോലത്തൊരു എന്തറിയോ, സാറിന്റെ കൂടെ സംതിങ് സ്പെഷ്യൽ ഞങ്ങൾ ഷോയ്ക്ക് പോയല്ലോ പണ്ട് 93-ല്. ആനി, സുചിത്ര, ജഗതിച്ചേട്ടൻ, സൈനുദ്ദീൻ, ഞങ്ങളൊക്കെ കൂടെ. അപ്പൊ അന്ന് തുടങ്ങി സാറിന് ഞങ്ങളോട് നല്ലൊരു സ്നേഹമുണ്ട്. കാരണം സാറിന്റെ അന്നത്തെ ചെറിയ ഷോയ്ക്ക് ചെറിയ പ്രശ്നമായിരുന്നു. പേടിച്ചൊക്കെ പോയെന്ന്. സാറിന് പിന്നെ ഷോയിൽ കയറാനൊക്കെ പേടിയായി. പിന്നെ നമ്മളെല്ലാരും കൂടിയാണ് സാറിന് സാർ അങ്ങനെയൊന്നുമല്ല, ഇങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഇതിനൊക്കെ 22 ഷോ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷോയിൽ തന്നെ സാറ് ഭയങ്കര ഡെസ്പായി പോയി. പക്ഷെ പിന്നെ അത് ഞങ്ങള് നല്ല രണ്ടുപേരാണ്. അത് സാറിന് ഭയങ്കര ഇതായിരുന്നു. അത് ആനിയൊക്കെ ആദ്യമാണ്. നിങ്ങളൊരു 1.5 കിലോ കരുത്ത് ഇവിടെ കൂടെ വെച്ചിട്ട് പോകണം. എവിടെങ്കിലും നമ്മൾ കരുത്തിടിയുവാണെങ്കിൽ സാർ വിളിക്കും, സാർ തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ ഞങ്ങളപ്പോ സാർ വല്ല കാലത്തും ഇങ്ങനെ സാറ് എന്തെങ്കിലുമൊക്കെ അയക്കും, ഇങ്ങനെ എന്റെ ഒരു അസുഖമാണോ യൂട്യൂബിൽ പിരിഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടു ഭയങ്കര ഇങ്ങനെയാണെന്ന് അറിയാലോ. അപ്പൊ അന്ന് ഞങ്ങൾ ഒരു റൂംമേറ്റ്സ് ഞങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമില്, ഞങ്ങൾ രണ്ടുപേരും പാരന്റ്സ്, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് നിനക്ക് ഞാനും എനിക്ക് നീന്ന് പറഞ്ഞ് ഞങ്ങളെ ഇട്ടേക്കും. ബാക്കിയുള്ളവർ സുചിത്രയുടെ അതെ 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 അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ സാർ ഞങ്ങളുടെ ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഒരു ദിവസം ടെസ്റ്റ് ചെയ്യാൻ എടുത്തോണ്ടേടി മേനോൻ സാറ് പറഞ്ഞേ നമ്മളെ രണ്ടുപേരും വെച്ച് നല്ലൊരു ഉഗ്രം വെബ് സീരീസ് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ ആരന്റെ മുല്ല കൊച്ചുമുല്ല എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് പണ്ടത്തെ. നീ ശ്രീവിദ്യ, ഞാൻ ലക്ഷ്മി. ഇവിടെ പറയണം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്താൽ മര്യാദ. അപ്പൊ ഞാൻ എന്റെ പൊന്ന് ഞാൻ ശ്രീവിദ്യ, ഇത് ലക്ഷ്മി. അല്ല സാർ, എന്നിട്ട് പറയാണ് ഞങ്ങൾ ഇവളുടെ ആഗ്രഹം നമ്മൾ രണ്ടുപേരും നല്ല രസമായിട്ട് നമുക്ക് അഭിനയിക്കാടി. ഞാൻ നീ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു, സാർ ഓക്കെ പറഞ്ഞു. സാർ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങളോടൊന്ന് വാ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു. ഈ അടുത്തൊരു ദിവസം തെസ്നിയൻ എടി മേനോൻ സാർ പറഞ്ഞു ഇന്ന് ഫ്രീ ആണെങ്കിൽ നാളെ ചെല്ലാൻ പറഞ്ഞു. സാർ അപ്പൊ ക്രൗൺ താഴെ ഒരു ഓഫീസ് ഉണ്ട് സാറിന്. അപ്പൊ അവിടെ സാർ ഉച്ച വരെ അവിടെ ഇങ്ങനെ ഇരിക്കും, കോഫിയൊക്കെ കഴിച്ച്. ആരൊക്കെ സംസാരിക്കുന്നവരൊക്കെ സംസാരിക്കാം. ഞാനും തെസ്നി, എന്റെ മോനും തെസ്നിയുടെ സിസ്റ്ററുടെ മോനൊക്കെ കൂടെ സാറിനെ കാണാൻ പോകും കേട്ടോ. ഇവളുടെ പ്രതീക്ഷ വെബ് സീരീസ് പ്ലാൻ ചെയ്യാൻ സാർ. ലക്ഷ്മി, ആരാന്റെ മുല്ല കൊച്ചുമുല്ല വെബ് സീരീസ് ആണ്. ഞങ്ങള് പോയി സാർ നമസ്കാരം, ഞങ്ങൾക്ക് കോഫിയൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ രണ്ടുപേരും അവരെ മാറിയിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ കോഫി സാറ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അബീനക്ക് ഭയങ്കര കോവിഡൊക്കെ പ്രശ്നം, അതൊക്കെ ഇങ്ങനെ കുറച്ച് മോനല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സിനിമയുണ്ടോ സീരിയലുണ്ടോ പറഞ്ഞു. നിങ്ങൾ നല്ല കഴിവുള്ള
എന്താണ് ഇപ്പോഴത്തെ വെബ് സീരീസിന്റെ അങ്ങനെ ഞങ്ങൾ വളരെ ഒഫീഷ്യലി കുറെ സാറിന്റെ വെബ് സീരീസ് എടുത്തൂടെ? നല്ലൊരു സംഭവം സാറിന്റെ ആരാന്റെ മുല്ല കൊച്ചുമുല്ല. അപ്പൊ ഇത് പറയണം സാറ്, സാറിന് അങ്ങനെ ചെയ്തൂടെ സാറേ? നല്ലൊരു കാര്യമായിരുന്നു അത്. ഞങ്ങളൊക്കെ ഇപ്പം വെബ് സീരീസിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഞാനൊക്കെ ഫ്രീ ആണ് സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സാറ് നല്ല കാര്യമാണ്, ഭയങ്കര തെസ്നി പറഞ്ഞ പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറയണ വിദ്യയല്ല, വിദ്യാമയിപ്പില്ലല്ലോ, ലക്ഷ്മി ഉണ്ട്, ലക്ഷ്മി വിളിക്കാം, നമുക്ക് ലക്ഷ്മി വിളിക്കാം. ലക്ഷ്മി പോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ ടെസ്റ്റിനെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കിട്ടോ. പിന്നെ നിങ്ങൾ പറ, വിദ്യാമ്മയ്ക്ക് പകരം ആര്? നിങ്ങൾ പറ. നിങ്ങൾ തന്നെ പറയണം. എനിക്കിത് പറയുന്ന ആൾക്കാർ എന്ത് കളിയാക്കുന്ന എന്നിട്ടുള്ള സാറ് പറഞ്ഞ ഏറ്റവും വലിയ കോമഡി അറിയോ? ടെസ്റ്റി സ്ക്രിപ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളി എന്തോ തീരുമാനിച്ചിറങ്ങിയെന്ന്. ഞാനല്ലോ എനിക്ക് ചിരിക്കണോ, എനിക്ക് സാധനം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചിരി വരിക. ഞാനപ്പം നിർത്തി ഞാൻ ഇവളോട് ഇങ്ങനെ കാണിച്ചു, നീ പുറത്തേക്ക് പോവാണ്ട്. അത് കഴിഞ്ഞ് സാറ് ഞാൻ എഴുതിക്കോട്ടെ ടെസ്റ്റ് തുടങ്ങി. നിങ്ങൾ ഈ ലക്ഷ്യം വെച്ച് വരിക എന്ന് മനസ്സിലായില്ല. എന്നോട് സ്വപ്നത്തിൽ പോലും എന്നോട് പറയാൻ മെയിൻ കാരണം ഞാൻ ഇസ്ത്രീ എന്ന് പറഞ്ഞ ആരാന്റെ മുല്ല കൊച്ചുമുല്ല അത് ഇവളുടെ ആഗ്രഹമാണ് സാർ. ഇവള് വെറുതെ സിനിമ കണ്ട് ആഗ്രഹിച്ചു പോയതല്ലേ? ഇത് ആരാന്റെ മനസ്സിൽ കയറി. എന്നിട്ട് ഇവിടെ വിചാരിച്ചേ അവിടെ ചെല്ലുമ്പോ സാറിനെ അങ്ങോട്ട് അടിച്ച് ഏൽപ്പിക്കാം സാർ. ഞങ്ങള് സിനിമ ചെയ്ത ആളല്ലേ, അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റും. സത്യം സാറിന് പാവം ചിരി വരുന്നത് കേട്ടാലേ. പക്ഷെ സാർ എപ്പോഴെങ്കിലും ആലോചിക്കും. സാർ ഇത് കാണാൻ വിചാരിക്കും ദൈവം. നിങ്ങളെ നിരാശപ്പെടുത്തിയില്ല അദ്ദേഹം വല്ലാതെ കിന്നനാവും. കിന്നനായി കഴിഞ്ഞാൽ തത്വാര ഈ വെബ് സീരീസ് അദ്ദേഹം പിടിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ക്രെഡിറ്റ് ഗോസ് ടു FOK. ആലോചിക്കാം. മാത്രമല്ല ടെസ്റ്റിന് ചരിത്രത്തിൽ സ്ഥാനമുള്ളതാ. കലാഭവൻ എത്രയോ പുരുഷന്മാർ ജോലി ചെയ്തിട്ടുണ്ട്, ജയറാം തുടങ്ങി എത്രയോ ആളുകൾ. എന്നാൽ അവിടെ ജോലി ചെയ്ത ഏക സ്ത്രീയല്ലേ കലാഭവൻ? അങ്ങനെ ഇട്ടില്ലാന്ന് മാത്രം കലാഭവൻ ആദ്യ വനിത അല്ലേ? എപ്പോഴും ആദ്യ വനിതയ്ക്കാണല്ലോ PSC ക്വസ്റ്റ്യൻ വരാം. അത് ക്വസ്റ്റ്യൻ എല്ലാരും പറയും, പക്ഷെ അത് നമ്മളെ മിക്രിയിൽ വന്നിരിക്കുന്നവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യും. മറ്റേ അച്ഛൻ കുറച്ച് ബുദ്ധിയുള്ള ആളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏത് കലാഭവനിലെ അമലച്ചൻ. ടെസ്റ്റ് എങ്ങനെ വിട്ടോടെ? ഇല്ല, എന്റെ ഫാദർ അവിടെ മാജിക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കലാഭവനിൽ. അപ്പോഴാണ് ഞാൻ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു മോളെ തരാം, അത് ഡാൻസും പാട്ടൊക്കെ അറിയാം എന്ന് പറഞ്ഞ് അച്ഛന് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ അവിടെ കലാഭവനിൽ ചെല്ലുന്നത്. കലാഭവനിൽ ഞാൻ അവിടെ ചേർന്നപ്പം അവിടെ എന്നോട് പറഞ്ഞു മ്യൂസിക് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഗാനഭൂഷണം, അതില് തസ്നീം ചേരട്ടെ. അപ്പൊ അത് കഴിയുമ്പോ അതില് ഡാൻസ് ഞാൻ മൂളുകൊള്ളും, വലിയ എപ്പോഴും 4 കാലില് വീഴും, അത്രേ ഉള്ളൂ. ഡാൻസ് ഗ്രൂപ്പിൽ ഉണ്ടായിക്കോട്ടെ. അപ്പൊ 75 രൂപ സാലറി ഉണ്ട് അന്നത്തെ കാലത്ത്. വലിയ കാര്യമല്ലേ അത്? 25 രൂപ നമ്മള് ഗാനഭൂഷന് ഫീസ് കൊടുക്കാലോ, 50 രൂപ വീട്ടിലും കൊടുക്കാം. അപ്പൊ നല്ലൊരു ഇതല്ലേ. അങ്ങനെ ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് പോകുമ്പോ ജയറാമേട്ടൻ, സൈനുദ്ദീൻ, പ്രസാദേട്ടൻ, റഹ്മാൻ, നാരായണൻകുട്ടി ഇവരൊക്കെ അന്ന് ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പം അന്ന് ആ ഗ്രൂപ്പില് നമ്മള് ഡാൻസിന് പോണു. ഞങ്ങള് കർഷക നൃത്തമൊക്കെയാണ് അന്ന്, ട്രഡീഷണൽ ഡാൻസ് ആണ്. നമ്മുടെ നടരാജ മാഷാണ് ഡാൻസ് മാഷ്. അപ്പൊ ഞാൻ ആണാണ്, 3 പെണ്ണും 3 ആണുമാണ്. ഞാൻ ആൺവേഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്റർവെല്ലിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ നെല്ല് കൊയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ സിഗരറ്റ് ഒക്കെ വലിച്ചിരിക്കണം അവിടെ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണം, ആക്ട് ചെയ്യണം. എന്നും ഞാൻ ഓരോ ബീഡി എടുത്ത് വലിക്കുന്ന സമയത്ത് ഇവിടെ ജയറാമേട്ടൻ ഒറിജിനൽ ആയിട്ട് ബീഡി കത്തിച്ചു വെച്ചു അവിടെ. ഞാനറിയില്ല, ഞാനതെടുത്ത് വലിച്ച് പുകയോട് പുക, പിന്നെ ചുമയായി, പ്രശ്നമായി. അച്ഛനറിഞ്ഞു എന്നെ വിളിച്ചു, രശ്നിഖാൻ എന്തിനാണ് ഈ ബീഡിയൊക്കെ പുകയിട്ട് വലിച്ചത്? രശ്നിഖാന് അത് ആക്ഷൻ കാണിച്ചാ പോരെ, എന്തിനാണ് അവിടെ ബീഡിയൊക്കെ വലിച്ചത്? അത് കലാഭവന് ചീത്തപ്പേരാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വടിയായിരുന്നു അത്.